Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. Okay, Richa Ananya, good afternoon. Sanisha Sirosh, okay. അയച്ചോക്കിയാ കഴിഞ്ഞ ദിവസം എടുത്തത് മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം 10ാമത്തെ വരെയാണ് പറഞ്ഞത് കേട്ടോ. അതായത് എന്തായിരുന്നു സ്റ്റാൻഡേർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. ഓക്കെ, അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. അടുത്ത് നോക്കാം. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാം കേട്ടോ. സൗണ്ടിന് വേറെ ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ? സൗണ്ട് ക്ലിയർ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുന്നുണ്ടെങ്കിൽ പറയണോ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 11ാമത്തെ ഫോർമുല നോക്കാം കേട്ടോ. 11ാമത്തെ എന്താണ്? റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈൻസ് കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ അവിടെ പഠിച്ച കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. അതായത് സിമിലർ കംപ്ലൈൻസുമായിട്ട് 72 മണിക്കൂറിനുള്ളിൽ തിരിച്ച് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവരേണ്ടി വന്നിട്ടുള്ള, തിരിച്ചു വരേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ ശതമാനമാണ് നമ്മളിവിടെ കണക്കാക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടായിരിക്കാം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ആദ്യം കൊടുക്കുന്ന പേഷ്യന്റിന് നമ്മൾ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റുകളിൽ എന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ കറക്റ്റ് ഡയഗ്നോസിസ് ചിലപ്പോ ചെയ്തിട്ടുണ്ടാവില്ല. അതിന്റെ പേരിലാണ് തിരിച്ചു വരേണ്ടി വരുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കേസുകളുടെ ശതമാനമാണ് അവിടെ കണക്കാക്കുന്നത്. ഫോർമുല എങ്ങനെയാ വരിക? നമ്പർ ഓഫ് റിട്ടേൺസ് ടു ദ എമർജൻസി വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈൻസ്. അതായത് ന്യൂമറേറ്റർ ഇപ്പോൾ എന്തായിരിക്കും? ന്യൂമറേറ്ററിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സിമിലർ കംപ്ലൈന്റുമായിട്ട് 72 hours എമർജൻസിയിലോട്ട് തിരിച്ചു വരേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഹാവ് കം ടു ദ എമർജൻസി. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് വന്നിട്ടുള്ള ആകെ പേഷ്യൻസുകളുടെ എണ്ണം ഇൻറ്റു 100. പെർസെന്റേജ് ആണ് ഇൻറ്റു 100. അതിനെ നമ്മൾ കണക്കിലാക്കി എടുക്കേണ്ടത്. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് ആകെ എത്ര പേഷ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, അതിനകത്ത് എത്ര കേസുകൾ സിമിലർ കംപ്ലൈന്റ് ആയിട്ട് തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ട് ഇൻറ്റു 100. അങ്ങനെയാണ് നമ്മളുടെ കണക്കാക്കുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. ബ്രാക്കറ്റില് ബെഡ്സോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ് കേട്ടോ. അതായത് ഈ അഡ്മിഷന് ശേഷം പ്രഷർ അൾസർ അഥവാ ബെഡ്സോർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ഹോസ്പിറ്റലുകളിൽ അത്തരം കേസുകളുടെ എണ്ണമാണ് അവിടെ കണക്കിലെടുക്കുന്നത് കേട്ടോ. ബെഡ്സോർ എന്താണെന്നൊക്കെ നമുക്കറിയാം അല്ലെ? അതായത് ഒരുപാട് നാളുകളോളം ബെഡ് റിഡൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കാണ്? ആ ബെഡിൽ ഇങ്ങനെ അമരുന്നത് മൂലം ആ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും അവിടെ എന്തുണ്ടാവും? മുറിവുണ്ടായി അവിടെ എന്താണ് പഴുപ്പൊക്കെ വരാനായിട്ട് തുടങ്ങുന്ന ഒരു സാഹചര്യം. ഇതാണ് ഈ ബെഡ്സോർ അഥവാ പ്രഷർ അൾസർ. പ്രഷർ മൂലം ബെഡുമായിട്ടുള്ള പ്രഷർ കൊണ്ട് വരുന്നൊരു അവസ്ഥയാണത്. അപ്പൊ അത് അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന കേസുകളുടെ എണ്ണമാണ് നമ്മൾ അവിടെ കണക്കാക്കുന്നത് കേട്ടോ. അത് പ്രത്യേകം പ്രാക്ടിക്കലി പറഞ്ഞിട്ടുണ്ട്. ബെഡ്സോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ് ആണ് കേട്ടോ. ബെഡ്സോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ്. ഇനി പല ഇതിലും നിങ്ങൾ 1000 വെച്ചിട്ടുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ കാണാനായിട്ട് പറ്റും. പേഷ്യന്റ് ഡേയ്സ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പേഷ്യന്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഡേയ്സ് ആണ് that the patient has been hospitalized. അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന
ആ ദിവസങ്ങളുടെ എണ്ണമാണ് നമ്മൾ പേഷ്യന്റ് ഡേയ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 1000 പേഷ്യന്റ് ഡേയ്സ്, 1000 വേറെ ഒന്നും പറയുന്നതല്ല, നമ്മൾ മൾട്ടിപ്ലൈ ബൈ 1000 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മള് പെർസെന്റേജ് ആയിട്ടല്ല പറയുന്നത്, ചിലത് പെർസെന്റേജ് ആയിട്ടല്ല, നമ്മൾ റേറ്റ് ആയിട്ട് അല്ലെങ്കിൽ റേഷ്യോ ആയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേറെ പല കാരണങ്ങളുണ്ട്. ഈ ഡെസിമൽ നമ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ നമുക്ക് ഹോൾ നമ്പർ ആക്കി മാറ്റാനായിട്ട്, പിന്നെ കുറെ കൂടെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അറിഞ്ഞിരിക്കാട്ടോ, കാരണം ചിലതിന് 100 വരുന്നുണ്ട്, ചിലതിൽ 1000 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ ഈ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ കമ്പാരിസൺ എളുപ്പമാണ്. അതായത് നമ്മളൊരു ഫിക്സഡ് ഡ്യൂറിംഗ് ഒരു സ്പെസിഫിക് പീരീഡില് നമുക്ക് ആ ഒരു റേഷ്യോ, ആ ഒരു റേറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട്, അതായത് വിവിധ ടൈം പീരീഡില് ഒരു പോപ്പുലേഷൻ ആണെങ്കിൽ ഒരു പോപ്പുലേഷന് വിവിധ ടൈം പീരീഡില് എത്രയാണ് ആ ഒരു റേഷ്യോ എന്നുള്ളത് പരസ്പരം കമ്പയർ ചെയ്യാനായിട്ടൊക്കെ, അതിനൊക്കെ വേണ്ടിയിട്ടാണ്, കമ്പാരിസൺ കുറെ കൂടെ എളുപ്പമാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുപോലെ ഡെസിമൽ നമ്പർ ഉണ്ടെങ്കിൽ അതിന് ഹോൾ നമ്പർ ആക്കി മാറ്റാനും റേഷ്യോയിൽ എക്സ്പ്രസ് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ചില ഫോർമുലകളെങ്കിലും നിങ്ങൾക്ക് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വരുന്ന ചില ഫോർമുലാസ് ഉണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ അതിലൊന്നാണിത്, ഈ പറയുന്ന ബെക്സോർ 1000 പേഷ്യന്റ് ഡേയ്സ്, അതിനൊക്കെ തെറ്റില്ല, 1000 പേഷ്യന്റ് ഡേയ്സ് എന്ന് കൊടുത്തിരിക്കുന്ന അതുകൊണ്ട് എന്തായാലും തെറ്റില്ല. അപ്പൊ നോക്കാം, എ പ്രഷർ അൾസർ. എന്താണ് പ്രഷർ അൾസർ അഥവാ ബെക്സോർ എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് എ ലോക്കലൈസ്ഡ് ഇഞ്ചുറി ടു ദ സ്കിൻ ആൻഡ് ഓർ അണ്ടർലൈൻ ടിഷ്യൂ, നോർമലി ഓവർ എ ബോഡി പ്രൊമിനൻസ് as a result of pressure or pressure in the consolidation with shear and or friction. ഇത് സംഭവം വേറൊന്നുമല്ല, ബെഡിൽ ഇങ്ങനെ പ്രഷർ വരുന്നത് മൂലം, സ്കിന്നിനും ആ ബെഡിൽ അമരുന്നത് മൂലം ഉണ്ടാവുന്ന ഇഞ്ചുറി, അതിനെയാണ് നമ്മൾ പ്രഷർ അൾസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് ഇതിന് ഫോർമുല വരുന്നത് നോക്കിയേ. നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഡെവലപ്പ് ന്യൂ ഓർ വേഴ്സണിംഗ് ഓഫ് പ്രഷർ അൾസർ, അതായത് പ്രഷർ അൾസർ കൂടുതൽ വേഴ്സണിംഗ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രഷർ അൾസർ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതായ പേഷ്യൻസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേയ്സ്, ആകെ രോഗി ദിവസങ്ങളുടെ എണ്ണം, ഇൻറ്റു 1000 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് പേഷ്യന്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ഡേയ്സ് ആണ്, അതായത് പേഷ്യന്റ് ഹാസ് ബീൻ ഹോസ്പിറ്റലൈസ്ഡ് കേട്ടോ. ആ ഒരു പേഷ്യന്റിന് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ദിവസങ്ങളുടെ എണ്ണമാണ് നമ്മൾ അവിടെ കണക്കിലെടുക്കുന്നത് കേട്ടോ. അപ്പൊ ആകെ എത്ര പേഷ്യൻസ്, ആകെ എത്ര ദിവസങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അത്തരം കേസുകളില് എത്ര എണ്ണത്തിൽ ഈ പറയുന്ന ബെഡ്സോർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നതാണ് അവിടെ കണക്കിലെടുക്കുന്നത്. പ്രത്യേകിച്ച് ബെഡ്സോർ ഒക്കെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ പേഷ്യന്റ് ഡേയ്സിന് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം എത്രത്തോളം ഡേയ്സ് അവിടെ സ്റ്റേ ചെയ്യുന്നു അത്രത്തോളം ബെഡ്സോർ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ് അല്ലെ. കൂടുതൽ കാലം ഹോസ്പിറ്റലില് എന്താ പറയാ സ്റ്റേ ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ കാലം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാല്, കൂടുതൽ ഡേയ്സ് സ്റ്റേ ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാല്, ഡേയ്സ് സ്റ്റേ ചെയ്യുമ്പോഴാണ് ഈ ബെഡ്സോർ ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് അവിടെ കൂടുതൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഡേയ്സിന് അവിടെ ഇമ്പോർട്ടൻസ് വന്നത് കേട്ടോ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേയ്സ് ഇൻറ്റു 1000. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഫോർമുല ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് catheter associated urinary tract infection rate കേട്ടോ. കത്തീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ നിരക്കാണ് നമ്മൾ കണക്കാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഫോർമുല വരിക? നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ് UTI, UTI എന്ന് വെച്ചാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ഇൻ എ മന്ത്, അതായത് ഒരു മാസമാണ് നമ്മൾ എടുക്കുന്നത്, ഒരു മാസത്തില് കത്തീറ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്, നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. അതേ മാസത്തില് രോഗികള് കത്തീറ്ററിൽ ഉണ്ടായിരുന്ന ദിവസങ്ങളുടെ എണ്ണം അല്ലെ. ആ രോഗി ആ ഒരു മാസത്തില് കത്തീറ്ററിൽ ഉണ്ടായിരുന്ന ആകെ ദിവസങ്ങളില് ഈ പറയുന്ന പോലെ ഇൻഫെക്ഷൻസ് ഉണ്ടായ കേസുകളുടെ എണ്ണമാണ് നമ്മൾ എടുക്കുന്നത്. ഇൻറ്റു 1000 ആണ് കേട്ടോ, ഇൻറ്റു 1000 ആണ്. അപ്പോഴേക്ക് ഡേയ്സിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. എത്രത്തോളം ഡേയ്സ് അവിടെ കൂടുതൽ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ അത്രത്തോളം ഈ ചാൻസ് അവിടെ കൂടുതലാണ് ഇൻഫെക്ഷൻ വരാനും
ബെഡ്സോർ വരാനും അതൊക്കെ വരാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. ആ ഡേയ്സിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. catheter days in that month into 1000. Okay. 14ാമത്തെ ഫോർമുല ഇതാണ്, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. ഇതേപോലത്തെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഫോർമുല എന്താ വരിക? നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത് ഇൻറ്റു 1000. അതായത് ഒരു മാസത്തില് വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ന്യൂമോണിയ കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്, നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. ആ ഒരു മാസത്തില് ആ ഒരു രോഗി വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്ന ആകെ ദിവസങ്ങളുടെ എണ്ണം. മനസ്സിലായോ? അതായത് ആ ഒരു മാസത്തില് ആ രോഗി വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്ന ദിവസങ്ങളുടെ എണ്ണം, അതിനകത്ത് ന്യൂമോണിയ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കേസുകൾ എത്ര ഉണ്ടായിട്ടുണ്ട് ഇൻറ്റു 1000. ഓക്കെ, അവിടെ കേട്ടോ. ഇതുപോലെ തന്നെയാണ് catheter associated urinary tract infection rate, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരേ മോഡലിൽ പോകുന്ന ഫോർമുലാസ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. ഈ സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാലും എന്താണ്, catheter തന്നെയാണ് കേട്ടോ. That means a large catheter that is placed in the എന്താണ് ഈ പറയുന്ന ആർട്ടറി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മള് മെയിൻ ആയിട്ടുള്ള ആർട്ടറിയിലൊക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന കത്തീറ്ററുകളെ തന്നെയാണ് നമ്മൾ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ് കേട്ടോ. സെൻട്രൽ ലൈൻ കത്തീറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷന്റെ റേറ്റ് ആണ് അവിടെ നോക്കുന്നത്. ഫോർമുല എന്താ വരിക? നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് ഇൻ എ മന്ത് divided by number of central line days in that month. ആ മാസത്തില് സെൻട്രൽ ലൈൻ ഡേയ്സ്, അതായത് ആ ഒരു കത്തീറ്ററിൽ ഉണ്ടായിരുന്ന ദിവസങ്ങളുടെ എണ്ണം ഇൻറ്റു 1000. അപ്പോ ഒരു കാര്യം നിങ്ങളോട് പറയാണ്, മിക്കവാറും 1000 ഇൻറ്റു ചെയ്തിട്ടുള്ള ഫോർമുലകള് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ അധികം പേഷ്യന്റ് ഡേയ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പറഞ്ഞു. ശരിയല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേയ്സ്, അല്ലെങ്കിൽ കത്തീറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്, വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്, സെൻട്രൽ ലൈൻ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്, അല്ലെ? ആ രീതിയിലാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ ഡേയ്സ് അധികം ഡിനോമിനേറ്ററിൽ വന്നിട്ടുള്ളതിലൊക്കെ 1000 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത് ഞാന് തെറ്റി പോവാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ, മാറി പോവാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, അല്ലാതെ ഇത് ഇങ്ങനെയാണെന്നല്ല ഉദ്ദേശിച്ചത്. ആ ഒരു ഫോർമുലസ് വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് 100 ആയിരുന്നോ 1000 മൾട്ടിപ്ലൈ ചെയ്തേ, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ വരുമല്ലോ. അപ്പൊ കൺഫ്യൂഷൻ കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. 1000 മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫോർമുലയില് അധികം എന്താണ് വരുന്നത് നോക്കിയ ഡിനോമിനേറ്ററില് ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേയ്സ്, കത്തീറ്റർ ഡേയ്സ്, അതുപോലെ വെന്റിലേറ്റർ ഡേയ്സ്, സെൻട്രൽ ലൈൻ ഡേയ്സ് ഒക്കെ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും 1000 അവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മാർക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത്രയോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് ആണ് കേട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്, അവിടെ ഒന്ന് എക്സെപ്ഷൻ കേസ് ഉണ്ട്. അവിടെ 100 അല്ല, 1000 അല്ല, 100 ആണ് കേട്ടോ. നോക്കാം, ഫോർമുല നോക്കാം. നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഇൻ എ ഗിവൺ മന്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത് ഇൻറ്റു 100 കേട്ടോ. അതായത് ഒരു മാസത്തിന് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുള്ള കേസുകളുടെ എണ്ണം, അതായത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ അതേ മാസത്തിൽ ആകെ എത്ര സർജറികൾ നടന്നിട്ടുണ്ട് അല്ലേ നമ്മൾ നോക്കാം. ആ മാസത്തിൽ ആകെ എത്ര സർജറി നടന്നു, അതിനകത്ത് എത്ര എണ്ണത്തില് ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ട്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ട് ഇൻറ്റു 100 കേട്ടോ. റേറ്റ് ആണ് ഇൻറ്റു 100. ഓക്കെ, ക്ലിയർ? അടുത്തതാണ് 17ാമത്തെ ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് കേട്ടോ. ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്, അതായത് കൈ ശുചിത്വം പാലിക്കുന്നതിന്റെ നിരക്ക്. ഓക്കെ, അപ്പൊ നോക്കാം, ഫോർമുല എങ്ങനെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പെർഫോംഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ് ഇൻറ്റു 100. അതായത് ഹാൻഡ് ഹൈജീൻ പാലിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ഹാൻഡ് ഹൈജീൻ പാലിക്കേണ്ട
സാഹചര്യങ്ങളുടെ അല്ലെങ്കിൽ അവസരങ്ങളുടെ ആകെ എണ്ണം ഇൻറ്റു 100. എന്താണ് ഇവിടെ അങ്ങനെ പറയാൻ കാരണം? ഇപ്പൊ നമ്മള് ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നതിന് അതിൻ്റെതായ ചില എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, അതിൻ്റെതായ പ്രൊസീജിയറുകൾ ഉണ്ട്. എല്ലാ ആളുകളും അതേ പ്രൊസീജിയറുകൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്നില്ല. ചിലര് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും, ചിലര് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പെർഫോം. ആകെ കൃത്യമായിട്ട് ഹാൻഡ് ഹൈജീൻ ആക്ഷൻസിന്റെ എണ്ണം എടുക്കുകയാണ്. അതായത് നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിലേ ഉള്ളൂ. ഹാൻഡ് ഹൈജീൻ പ്രൊസീജിയറുകള് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ട് എത്ര ആളുകൾ ആ ഒരു ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പെർഫോം ചെയ്തിട്ടുണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ചാൽ ഹാൻഡ് ഹൈജീൻ കൃത്യമായിട്ട് പാലിക്കേണ്ട അവസരങ്ങൾ, സാഹചര്യങ്ങളുടെ എണ്ണം എടുക്കണം അല്ലെ. അതിനകത്ത് എത്ര പേര് കൃത്യമായിട്ട് ഈ ഒരു പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഹാൻഡ് ഹൈജീൻ പെർഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. ഇൻറ്റു 100. ഓക്കെ, റേറ്റ് ആണ്. സോ ഇൻറ്റു 100. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? ആരും എന്തെങ്കിലല്ലോ എന്ത് പറ്റി? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടാവും അല്ലെ? ഫോർമുലാസ് ആയതുകൊണ്ട് ബോറടിക്കുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കേട്ടോ. അടുത്ത നോക്കാം. പെർസെന്റേജ് ഓഫ് കേസസ് ഹു റിസീവ്ഡ് അപ്രോപ്രിയേറ്റ് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് വിത്തിൻ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം കേട്ടോ. അതായത് നമ്മളൊരു നിശ്ചിത ടൈം പീരീഡില് കൃത്യമായിട്ട് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ്, അതായത് പ്രോഫൈലാക്സിസ് എന്താണ്? പ്രതിരോധം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോ കൃത്യമായിട്ട് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സുകൾ റിസീവ് ചെയ്തിട്ടുള്ള കേസസുകളുടെ ശതമാനം. പ്രത്യേകിച്ച് നമുക്കറിയാം സർജിക്കൽ ഈ പറയുന്ന ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞ ആളുകള് സർജറിക്കൊക്കെ വിധേയമാവുന്ന സാഹചര്യത്തില് അവർക്ക് സർജറിക്ക് ശേഷം ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുൻകൂട്ടി തന്നെ നമ്മൾ എന്ത് കൊടുക്കും? പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സുകൾ അവർക്ക് കൊടുക്കാറുണ്ട്. അതായത് കാര്യം അവർ ഇമ്മ്യൂണിറ്റി കുറവാണ്, സർജറിക്ക് ശേഷം ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അവർക്ക്. അപ്പൊ അത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്കൊരു പ്രതിരോധം എന്നുള്ള രീതിയിൽ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സുകൾ കൊടുക്കാറുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ അതൊരു സ്പെസിഫൈഡ് ടൈം ഫ്രെയിമിൽ എടുക്കേണ്ടതാണ്. ഓക്കെ, പ്രത്യേകിച്ച് ആന്റിബയോട്ടിക് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ടൈം ഫ്രെയിം ഉണ്ടല്ലോ, ഒരു കറക്റ്റ് ടൈം ഫ്രെയിമിലാണ് അത് എടുക്കുന്നത്. സോ ആ ഒരു സ്പെസിഫൈഡ് ടൈം ഫ്രെയിമില് അപ്രോപ്രിയേറ്റ് ആയിട്ട് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സുകൾ റിസീവ് ചെയ്തിട്ടുള്ള കേസുകളുടെ ശതമാനമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫോർമുല എങ്ങനെയാ വരിക നോക്കി. നമ്പർ ഓഫ് പേഷ്യൻസ് who did receive appropriate prophylactic antibiotics. അതായത് പ്രോപ്പർ ആയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സുകൾ റിസീവ് ചെയ്തിട്ടുള്ള രോഗികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് underwent surgeries in the operation theatre into 100. ഓപ്പറേഷൻ തിയേറ്ററില് സർജറിക്ക് വിധേയമായിട്ടുള്ള പേഷ്യൻസുകളുടെ എണ്ണം. കാര്യം സർജറി ഒക്കെ കഴിയുന്ന പേഷ്യൻസിനാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സർജിക്കൽ പേഷ്യൻസിനാണ് നമ്മളത് കൂടുതലും കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകൾക്ക്. അതുകൊണ്ടാണ് ഡിനോമിനേറ്ററിൽ അങ്ങനെ വന്നത്. നമ്പർ ഓഫ് പേഷ്യൻസ് ഹു അണ്ടർവെന്റ് സർജറീസ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയമായിട്ടുള്ള പേഷ്യൻസുകളുടെ എണ്ണം. അതിനകത്ത് അത് ആകെ എണ്ണം എടുക്കാം. അതിനകത്ത് എത്ര പേര് പ്രോപ്പർ ആയിട്ട് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സുകൾ റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എടുക്കുന്നത്. ഇൻറ്റു 100 ബിക്കോസ് ഇറ്റ് ഇസ് എ പെർസെന്റേജ്. പെർസെന്റേജിലാണ് എക്സ്പ്രസ് ചെയ്തത്. സോ ഇൻറ്റു 100. ഓക്കെ, അടുത്തത് കേട്ടോ 19ാമത് വരുന്നത് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് കേട്ടോ. പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്, അതായത് റീഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ള സർജറികളുടെ ശതമാനം. ഓക്കെ, റീഷെഡ്യൂൾ എപ്പോഴാണ് വേണ്ടി വരിക? നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സർജറികളിലാണ് നമുക്ക് റീഷെഡ്യൂൾ ചെയ്യുന്ന സാഹചര്യം വരുന്നത് അല്ലെ. അപ്പൊ നോക്കുക, rescheduling of surgeries consists of cancellation and postponement beyond 4 hours of the surgery. Okay, നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ള സർജറി ആയിരിക്കും അല്ലെ, ഒന്നുകിൽ അത് ക്യാൻസൽ ആവാം, അല്ലെങ്കിലോ നമ്മൾ പ്ലാൻ ചെയ്തതിൽ നിന്നും ഒരു 4-5 മണിക്കൂറൊക്കെ പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരിക അല്ലെ. അതൊക്കെ എന്താണ്? റീഷെഡ്യൂളിംഗിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഒന്നുകിൽ ക്യാൻസലേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ നമ്മൾ പ്ലാൻ ചെയ്തതിൽ 4 മണിക്കൂറിൽ കൂടുതലൊക്കെ പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ റീഷെഡ്യൂളിംഗ് കേസുകളാണ് കേട്ടോ.
അപ്പൊ എങ്ങനെയാ ഫോർമുല വരിക നോക്കിയേ? നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾ ചെയ്യപ്പെട്ട കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ്, അല്ലെ, പ്ലാൻ ചെയ്തിട്ടുള്ള ആകെ കേസുകൾ ഇൻടു 100. കാര്യം റീഷെഡ്യൂളിംഗ് എന്ന് പറയുന്ന കാര്യം പറയണമെങ്കിൽ അവിടെ പ്ലാനിങ്ങിലാണ് വരുള്ളൂ, അല്ലെ, പ്ലാൻ ചെയ്തിട്ടുള്ളതിലാണ് നമുക്ക് റീഷെഡ്യൂളിംഗ് നടത്തേണ്ടതായിട്ട് വരിക. അതുകൊണ്ടാണ് ഡിനോമിനേറ്ററിനകത്ത് നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ്, നമ്മൾ ആകെ പ്ലാൻ ചെയ്തിട്ടുള്ള സർജറി കേസുകൾ എത്ര ഉണ്ട്, അതിനകത്ത് പ്ലാൻ ചെയ്തതിനകത്ത് എത്ര എണ്ണത്തിന് നമുക്ക് റീഷെഡ്യൂൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇൻടു 100 പെർസെന്റേജ് ആയതുകൊണ്ട് ഇൻടു 100. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് 20 കേട്ടോ. 20ാമത്തെ ഫോർമുല എന്താണ്? ടേൺ അറൌണ്ട് ടൈം ഫോർ ദ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് കേട്ടോ. ഈ പറയുന്ന ബ്ലഡ് ബാങ്കിന് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ഇഷ്യൂ ചെയ്യാൻ എടുക്കുന്ന ടേൺ അറൌണ്ട് ടൈം. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഫോർമുലയാണ് ഇത് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. പൊതുവെ നമ്മള് ടേൺ അറൌണ്ട് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രോസസ്. ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു സമയത്തിനെയാണ് നമ്മൾ പൊതുവെ ടേൺ അറൌണ്ട് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്ന ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ടൈം ടേക്കൺ ടു ബി, ശ്രദ്ധിക്കണം കേട്ടോ, ഏത് ടൈം ആണുള്ളത്? ടൈം ടേക്കൺ ടു ബി കാൽക്കുലേറ്റഡ് from the time the request is received in the blood bank till the blood is cross-matched or reserved and available for the transfusion. അതായത് ഒരു ബ്ലഡ് ബാങ്കിലോട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബ്ലഡ് കമ്പോണന്റിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് വരുന്ന സമയം തൊട്ട്, അല്ലെ, ഏതെങ്കിലും ഒരു RBCയോ അല്ലെങ്കിൽ WBCയോ പ്ലാസ്മയോ പ്ലേറ്റ്ലെറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബ്ലഡ് കമ്പോണന്റിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ബ്ലഡ് ബാങ്കിൽ വരുന്ന ആ ഒരു ടൈം തൊട്ട് ഇവിടെ വരെയുള്ള സമയമാണ് till the blood is cross-matched or reserved and available for transfusion. അല്ലെ, നമ്മൾ എന്ത് ചെയ്യും? റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ എടുത്തു കൊടുക്കാണോ ചെയ്യാം? അല്ല, അതിനിടയ്ക്ക് മറ്റു പല പ്രൊസീജിയറുകളുണ്ട്, അല്ലെ, നമ്മൾ ബ്ലഡ് ബാങ്കിൽ പഠിച്ചതാണ്. ക്രോസ് മാച്ച് ചെയ്ത് നോക്കണം, സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്തണം, ഗ്രൂപ്പ് ടെസ്റ്റുകൾ നടത്തണം. ഇതെല്ലാം നടത്തി ക്രോസ് മാച്ച് ചെയ്ത് അത് റിസർവ് ചെയ്ത് ദാറ്റ് ഇസ് റെഡി ഫോർ ദ ട്രാൻസ്ഫ്യൂഷന് റെഡി ആകുന്നത് വരെയുള്ള സമയം. അതാണ് എന്ത് അവിടുത്തെ ടേൺ അറൌണ്ട് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഒരു ബ്ലഡ് ബാങ്കിലോട്ട് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ബ്ലഡ് കമ്പോണന്റിനുള്ള ആവശ്യം റിക്വസ്റ്റ് വരുന്ന സമയം തൊട്ട് ആ ഒരു ബ്ലഡ് കമ്പോണന്റിന്റെ ആ ഒരു ക്രോസ് മാച്ചിങ്ങും അതുപോലെ സ്ക്രീനിങ് ടെസ്റ്റുകളും ഗ്രൂപ്പ് ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്ത് അത് റിസർവ് ചെയ്ത് ദാറ്റ് ഇസ് റെഡി ഫോർ ദ ട്രാൻസ്ഫ്യൂഷന് റെഡി ആകുന്നു വരെയുള്ള ആ ഒരു സമയം, ദാറ്റ് ഈസ് കോൾഡ് ടേൺ അറൌണ്ട് ടൈം. അപ്പൊ ഫോർമുല എങ്ങനെയാ വരിക നോക്കി? സം ഓഫ് ദ ടൈം ടേക്കൺ ടു ഇഷ്യൂ എന്നാണ് കേട്ടോ. അവിടെ അത് കംപ്ലീറ്റ് അല്ലാന്നുള്ളൂ, പക്ഷെ അണ്ടർസ്റ്റുഡ് ആണ്. സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ദ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്, ഓക്കെ, ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച്ഡ് ഓർ റിസർവ്ഡ് കേട്ടോ. ആകെ നമ്മൾ ക്രോസ് മാച്ച് ചെയ്തിട്ടുള്ള റിസർവ് ചെയ്തിട്ടുള്ള ബ്ലഡ് കമ്പോണൻസുകളുടെ എണ്ണം, അതിനകത്ത് എത്ര സമയം കൊണ്ടാണ് നമ്മളത് ഇഷ്യൂ ചെയ്തത് എന്നാണ് നമ്മൾ അവിടെ കണക്കിലെടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ന്യൂമറേറ്ററിലെ സമ്മും ഡിനോമിനേറ്ററിലെ നമ്പറും ആണ് വന്നിരിക്കുന്നത്. അപ്പൊ സം ബൈ നമ്പർ എന്ന് പറയുമ്പോൾ ആവറേജ് ആണ് കിട്ടുന്നത് കേട്ടോ. ദാറ്റ് മീൻസ് ആവറേജ് ടൈം ആണ് കിട്ടുന്നത്. ആവറേജ് ടൈം ഫോർ ദ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? അതിനകത്ത് വേറെ എക്സ്പ്ലനേഷൻ ഒന്നും നമുക്ക് തരാനില്ല, എന്നിട്ട് തന്നെ പഠിക്കാം കേട്ടോ. ക്ലിയർ ആണോ? അപ്പോ നമ്മള് ഒരു 10 കൂടെ നമ്മളിപ്പോ പഠിച്ചു, അല്ലെ, 10 ഫോർമുലയും കൂടെ നമ്മൾ പഠിച്ചു. ജസ്റ്റ് അത് വായിച്ച് നിങ്ങൾ ആ ഒരു 10 ഫോർമുല ജസ്റ്റ് വായിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത ഫോർമുല പറയാം.
നെക്സ്റ്റ് നോക്കാം കേട്ടോ. അടുത്തത് 21st ഫോർമുലയാണ് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ് കേട്ടോ. ICU വാർഡുകളിലുമുള്ള നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ആണ്. എളുപ്പമാണ്. ഫോർമുല എന്താ വരിക? നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓക്യുപ്പൈഡ് ബെഡ്സ്. ഓക്യുപ്പൈഡ് ബെഡ്സ് എന്താ? നമ്പർ ഓഫ് പേഷ്യൻസ് അല്ലേ ഇതിന്റെ അർത്ഥം? ഓക്കെ, നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓക്യുപ്പൈഡ് ബെഡ്സ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അടുത്തത് 22nd വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എടുക്കുന്ന വെയിറ്റിംഗ് ടൈം അപ്പോ ഇപ്പൊ തൊട്ട് ഇപ്പൊ വരെയുള്ള സമയമാണ് നമ്മൾ അവിടെ കണക്കിലെടുക്കുന്നത് കേട്ടോ. അതാണ് നോക്കേണ്ടത്. വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ലെങ്ത് ഓഫ് ടൈം which one should wait in order for a specific action to happen. After that, action is called for or mandated. Okay. Waiting time for outpatient consultation is the time. Waiting time എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കാത്തിരിപ്പ് സമയമാണ് അല്ലെ? അതെ, ഒരു കാത്തിരിപ്പ് സമയമാണ്. സോ waiting time for outpatient consultation എന്ന് പറഞ്ഞാൽ എന്താണ്? It is the time from which the patient has come to the respected outpatient department. Practically, it may or may not be the same time as registration till the time that the respective consultant, practically not the junior doctor or resident, begins the assessment. എവിടെ തൊട്ട് എവിടെ വരെയുള്ള സമയമാണ് എടുക്കുന്നതെന്ന് നോട്ട് ചെയ്താൽ മതി. വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് എത്തുന്ന സമയം അവരെത്തുന്നു. ചിലപ്പോൾ അവിടെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അത് അതിനകത്ത് ഉൾപ്പെടാതിരിക്കാം. ചിലപ്പോ പുതിയതായിട്ട് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ ചിലപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഒരു ടൈമും കൂടെ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ചിലപ്പോ എന്താണ് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന പേഷ്യന്റ് ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരില്ല, രജിസ്റ്റർ ചെയ്യേണ്ടി വരില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതും ആവാം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ രജിസ്ട്രേഷൻ ടൈമും അതിനകത്ത് ഉൾപ്പെടാതിരിക്കാം കേട്ടോ. അത് ഉൾപ്പെടെ ആ ഒരു പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്ന സമയത്ത് അവരുടെ കൺസൾട്ടന്റ് അവരുടെ അസസ്മെന്റ് ആരംഭിക്കുന്നത് വരെയുള്ള സമയം, പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമല്ല. അവർ ആ ഒരു ഡോക്ടറുടെ റൂമിൽ കയറുന്നു, അവരുടെ കൺസൾട്ടന്റ് ആ അസസ്മെന്റ് തുടങ്ങുന്ന അല്ലെങ്കിൽ ആ രോഗിയെ പരിശോധിക്കുന്ന അസസ് ചെയ്യുന്ന ആരംഭിക്കുന്ന സമയം വരെയാണ് നമ്മൾ വെയിറ്റിംഗ് ടൈം ഉദ്ദേശിക്കുന്നത്. പ്രത്യേകം അവിടെ പറയുന്നുണ്ട് കേട്ടോ, ജൂനിയർ ഡോക്ടറോ റെസിഡന്റ് ഡോക്ടറോ അല്ല, ശരിക്കുള്ള കൺസൾട്ടന്റ് കേട്ടോ. അതായത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അവരുടെ അസസ്മെന്റ് ബിഗിൻ ചെയ്യുന്നത് വരെയുള്ള സമയം, ദാറ്റ് ഈസ് കോൾഡ് വെയിറ്റിംഗ് ടൈം കേട്ടോ. അപ്പൊ ഫോർമുല എങ്ങനെയാ വരിക നോക്കി? സം ഓഫ് ദ ടോട്ടൽ പേഷ്യന്റ് ടൈം ഫോർ കൺസൾട്ടേഷൻ, ദാറ്റ് മീൻസ് സം ഓഫ് ദ ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ദ പേഷ്യന്റ് കമ്മിങ് ഫോർ കൺസൾട്ടേഷൻ വരുന്ന ആകെ സമയം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യന്റ്, ആകെ ഔട്ട് പേഷ്യൻസുകളുടെ എണ്ണം. അതായത് നമ്മൾ ആകെ എത്ര ഔട്ട് പേഷ്യൻസ് അവിടെ വന്നു പോകുന്നുണ്ട്, അവരില് ഈ ഒരു കൺസൾട്ടേഷൻ ആകെ എത്ര സമയം എടുക്കുന്നുണ്ട്. എഗെയിൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ന്യൂമറേറ്ററിലെ സമ്മോ ഡിനോമിനേറ്ററിൽ നമ്പർ വരെയാണ്. അപ്പൊ നമുക്ക് അതിലൂടെ ലഭിക്കുന്നത് ആവറേജ് വെയിറ്റിംഗ് ടൈം കണക്കാക്കാൻ പറ്റും. ആവറേജ് ടൈം ഫോർ ദ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സം ടോട്ടൽ പേഷ്യന്റ് ഇൻ ടൈം ഫോർ കൺസൾട്ടേഷൻ divided by total number of outpatients. അടുത്തത് 23rd വരുന്നത് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് കേട്ടോ. ഡയഗ്നോസ്റ്റിക്സിന് എടുക്കുന്ന വെയിറ്റിംഗ് ടൈം എത്രയാണ്? ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ലാബിലോ അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ടൊക്കെ പേഷ്യന്റ് വന്ന് ആ ഒരു പ്രോസസ്സ് ബിഗിൻ ചെയ്യുന്നത് വരെയുള്ള സമയമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്കാം. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് is the time from which the patient has come to the diagnostic service. അതായത് പേഷ്യന്റ് ആ ഒരു ഡയഗ്നോസ്റ്റിക് സർവീസിലോട്ട് എത്തുന്ന സമയം. That means requisition form has been presented to the counter. ആ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്ന ആ ഒരു സമയത്തുണ്ട് till the time that the test is started. കണ്ടോ, ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയുള്ള സമയമാണ്. ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമല്ല. അതിന് ആ ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിലോട്ട് എപ്പോൾ എത്തുന്ന സമയത്തോട്ട് അവരുടെ ടെസ്റ്റ് ആരംഭിക്കുന്നത് വരെയുള്ള സമയം. അതാണ് എന്ത്? വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. ഫോർമുല എന്താ വരിക? സം ടോട്ടൽ പേഷ്യന്റ് റിപ്പോർട്ടിംഗ് ടു ദ ഡയഗ്നോസ്റ്റിക്സ് ആണ് കേട്ടോ. അതായത് ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിലൂടെ പേഷ്യന്റ് റിപ്പോർട്ടിങ്ങിന് വരുന്ന ആകെ സമയം, അല്ലെ റിപ്പോർട്ടിങ്ങിനായിട്ട് എത്തുന്ന ആകെ സമയം ഡിവൈഡഡ് ബൈ
number of patients reported in diagnostics. ആ diagnostics വിഭാഗത്തിൽ ആകെ എത്ര പേഷ്യൻസ് വരുന്നുണ്ട്, അതിനകത്ത് ഈ ഒരു ഡയഗ്നോസ്റ്റിക്സിന് എടുക്കുന്ന ആകെ സമയം എത്രയുണ്ട്. എഗെയിൻ നമുക്ക് ആവറേജ് ടൈം ആണ് അവിടെ കിട്ടുന്നത് കേട്ടോ. ആവറേജ്, കാരണം കമ്പൈൻഡ് നമ്പർ ആണ്, കമ്പൈൻഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ ആവറേജ് വെയിറ്റിംഗ് ടൈം ഓഫ് ദ ഡയഗ്നോസ്റ്റിക് ഇവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വരുന്നതാണ് ടൈം ടേക്കൺ ഫോർ ദ ഡിസ്ചാർജ് കേട്ടോ. ഡിസ്ചാർജിനായിട്ട് എടുക്കുന്ന സമയം. ഡിസ്ചാർജിനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എപ്പോ തൊട്ട് എപ്പോ വരെയുള്ള സമയമാണ് നോക്കി. The discharge process is considered to have initiated when the consultant formally approves the discharge and ends with the patient in the clinical unit. കണ്ടോ, അതായത് നമ്മളൊരു ഡിസ്ചാർജിൽ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു കൺസൾട്ടന്റ് ഒരു രോഗിക്ക് ഫോർമൽ ആയിട്ട് ഡിസ്ചാർജിനുള്ള അപ്രൂവൽ കൊടുക്കുന്ന സമയത്ത് അവൻ ആ ഒരു യൂണിറ്റ് വിടുന്നത് വരെയുള്ള സമയമാണ്. മനസ്സിലായല്ലോ. ചിലർ നമ്മൾ ഡിസ്ചാർജിന് എടുക്കുന്ന സമയം എന്ന് വിചാരിക്കുമ്പോൾ അഡ്മിഷൻ തൊട്ട് ഡിസ്ചാർജിന് എടുക്കുന്ന സമയം തന്നെയാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. അതായത് നമ്മൾ ഈ പറയുന്ന രോഗിക്ക് ഡോക്ടർ ഒരു അപ്രൂവൽ കൊടുക്കും. അതായത് ഡിസ്ചാർജിന്റെ ദിവസം ഡിസ്ചാർജ് ചെയ്യാം എന്നൊരു ഫോർമൽ അപ്രൂവല് ആര് കൊടുക്കും? ഡോക്ടർ കൊടുക്കും. ആ ഒരു സമയം തൊട്ട് ഡിസ്ചാർജ്, അതായത് ആ യൂണിറ്റിൽ അവരുടെ ഡിസ്ചാർജ് ചെയ്തു പോകുന്ന സമയമാണ് കേട്ടോ. അത് അങ്ങനെയാണ് നമ്മൾ കണക്കിലെടുക്കുന്നത്. സോ ഫോർമുല എങ്ങനെയാ വരിക? സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, ഡിസ്ചാർജിൽ എടുക്കുന്ന ആകെ സമയം ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ് കേട്ടോ. ആകെ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള പേഷ്യൻസ്, അതായത് ആകെ എത്ര പേഷ്യൻസ് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു, അതിന് എത്ര സമയം കൊണ്ടാണ് അവർ ഡിസ്ചാർജ് ചെയ്തത് എന്നതാണ് നമ്മളിവിടെ കണക്കിടുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ കുട്ടികളെ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് ആൻഡ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ് കേട്ടോ. അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്രോപ്പർ കൺസെന്റോട് കൂടിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സ് പഠിച്ചതാണ്. നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെ. ഒരു 30 ദിവസത്തിനുള്ളിലെങ്കിലും മെഡിക്കൽ റെക്കോർഡുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നത് നമുക്കറിയാം. അതുപോലെ പരമാവധി പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇതൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു പ്രോപ്പർ കൺസെന്റോട് കൂടിയിട്ട് വേണം നമ്മൾ എപ്പോഴും മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കാനായിട്ട് അല്ലെ. അതായത് നമ്മൾ ഒരു രോഗിയുടെ കൺസെന്റോട് കൂടി മാത്രമാണ് അവരിൽ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, പ്രൊസീജിയറുകൾ മറ്റും ചെയ്യാനായിട്ട് പാടുള്ളൂ. അതനുസരിച്ചിട്ടാണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡിനെ രേഖപ്പെടുത്തി വെക്കുന്നത്. ഇവിടെ പറയുന്നത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ശരിയായ കൺസെന്റ് ഇല്ലാതെയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം, അതാണ് നമ്മൾ കണക്കിലെടുക്കുന്നത് കേട്ടോ. നോക്കാം, ആദ്യം തന്നെ എന്താണ് ഇൻഫോംഡ് കൺസെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇൻഫോംഡ് കൺസെന്റ് is a type of consent in which the health care provider has a duty to initiate his or her patient about the procedure, its potential risk and benefits, alternative procedure or treatment with the risk and benefits, so as to make the patient able to take an informed decision of his or her health care. അതായത് എന്താണ് ഇൻഫോംഡ് കൺസെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കൺസെന്റ്. അതായത് നമ്മൾ ഒരു രോഗിയെ
വായിച്ചു നോക്കിയിരുന്നോ നിങ്ങള്? ഇത്രയും വരെയുള്ള ഫോർമുലാസ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഇൻഫോംഡ് കൺസെന്റ് എന്നാണ് കേട്ടോ. ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറഞ്ഞാല് നമ്മളൊരു പേഷ്യന്റിന്റെ രോഗത്തെ പറ്റിയിട്ട് കൃത്യമായിട്ട് അവർക്ക് എല്ലാ വിവരങ്ങളും കൊടുക്കുക. എന്നിട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ അവരിൽ നിന്ന് ലഭിക്കുന്ന ഒരു സമ്മതം, അതാണ് എന്ത് ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അതായത് ഇൻഫോംഡ് കൺസെന്റ് ഈസ് ദ ടൈപ്പ് ഓഫ് കൺസെന്റ് ഇൻ വിച്ച് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഹാസ് എ ഡ്യൂട്ടി to initiate his or her patient about the procedure. നമ്മളൊരു രോഗിയിൽ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ എന്താണ് എന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കണം. അതിന്റെ പൊട്ടൻഷ്യൽ റിസ്കുകൾ എന്തൊക്കെയാണ്, അതിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പ്രൊസീജിയറുകള്, ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ്, അതിന്റെ റിസ്കുകളും ബെനിഫിറ്റുകളും എന്തൊക്കെയാണ് എന്നത് കൃത്യമായിട്ട് നമ്മൾ അവരോട് ഇൻഫോം ചെയ്തിരിക്കണം. So as to make the patient able to take an informed decision of his or her health care. എങ്കിൽ മാത്രമാണ് പേഷ്യന്റിന് അവരുടെ ഹെൽത്ത് കെയറിനെ പറ്റി കൃത്യമായിട്ടൊരു തീരുമാനങ്ങൾ അവർക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ വെറുതെ ഒരു കാര്യങ്ങൾ വെറുതെ ഓടിച്ച് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് അവർക്ക് ഇന്ന ട്രീറ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അതിന് ഇന്ന ബെനിഫിറ്റുകൾ ഉണ്ട്, ഇന്ന എന്താണ് പറയാ റിസ്കുകൾ ഉണ്ട് എന്ന് കൃത്യമായിട്ട് അവരോട് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് അതെല്ലാം അവർ മനസ്സിലാക്കിയതിനു ശേഷം ആ ഒരു പേഷ്യന്റ് നമുക്ക് നൽകുന്ന സമ്മതം, അതാണ് എന്ത് ഇൻഫോംഡ് കൺസെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരം ഇൻഫോംഡ് കൺസെന്റോട് കൂടിയിട്ട് ആയിരിക്കണം നമ്മളൊരു പേഷ്യന്റിനെ പ്രൊസീജിയർ ചെയ്യാനായിട്ട്. അപ്പൊ അത്തരത്തിലില്ലാത്ത ആ ഒരു പ്രോപ്പർ കൺസെന്റ് ഇല്ലാതെയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനമാണ് നമ്മൾ അവിടെ കണക്കിലെടുക്കുന്നത്. സോ ഫോർമുല എങ്ങനെയാണ് വരിക നോക്കി, നമ്പർ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് ആൻഡ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്, അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പർ കൺസെന്റ് ഇല്ലാത്ത ഇംപ്രോപ്പർ കൺസെന്റോട് കൂടിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നോക്കിയേ നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത് ഇൻടു 100. ആകെ നടന്നിട്ടുള്ള ഡിസ്ചാർജുകളുടെയും ഡെത്തുകളുടെയും എണ്ണം. അതെന്തുകൊണ്ട് ഡിസ്ചാർജിന്റെ ഡെത്തുകളുടെയും എണ്ണം എന്ന് പറഞ്ഞെടുക്കാൻ കാരണം എന്താണ്, നമ്മൾ ഓൾറെഡി മെഡിക്കൽ റെക്കോർഡിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപും അതുപോലെ ഡെത്ത് സംഭവിച്ച കേസുകളിലൊക്കെ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റഡ് ആയിരിക്കണം, അല്ലെ? ഡിസ്ചാർജ് ചെയ്ത ഒരു വ്യക്തിയുടെ മെഡിക്കൽ റെക്കോർഡ് അവിടെ കംപ്ലീറ്റഡ് ആയിരിക്കണം. അതുപോലെ ഡെത്ത് അല്ലെ മരണം സംഭവിച്ചിട്ടുള്ള ആളുകളുടെ റെക്കോർഡ് അവിടെ കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പൊ അവിടെ നമ്മൾ ശരിക്കും നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ അവിടെ എന്താ എടുക്കുന്നത്, നമ്പർ ഓഫ് കംപ്ലീറ്റഡ് റെക്കോർഡാണ് എടുക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ എണ്ണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെ? അതിനകത്ത് എത്ര എണ്ണത്തിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് മീൻസ് ഇംപ്രോപ്പർ കൺസെന്റോട് കൂടിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകൾ എത്ര ഉണ്ട് എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതിന്റെ പെർസെന്റേജ് ഇൻടു 100. നമ്മുടെ എന്താണ് റൂൾ അനുസരിച്ച് ഡെത്ത് സംഭവിച്ചിട്ടുള്ള ആളുകള് ഡിസ്ചാർജ് ആയിട്ടുള്ള ആളുകളുടെ ഒക്കെ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് രീതി, അല്ലെ? അതിനകത്ത് ചിലപ്പോ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളത് ഉണ്ടാവാം, ഒരുപക്ഷെ ഇംപ്രോപ്പർ കൺസെന്റ് ഇല്ലാത്തതുണ്ടാവാം. അതിന്റെ ശതമാനമാണ് നമ്മുടെ എടുക്കുന്നത് ഇൻടു 100. ഓക്കെ, ക്ലിയർ ആയി വെച്ചാൽ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ് ആണ് കേട്ടോ. ഇതാണ് സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ്. എമർജൻസി മെഡിക്കേഷൻസിന്റെ സ്റ്റോക്ക് ഔട്ട് റേറ്റ് ആണ് കേട്ടോ. അതായത് എമർജൻസി ആയിട്ടുള്ള അല്ലെ അടിയന്തര മരുന്നുകളുടെ സ്റ്റോക്ക് ഔട്ട് റേറ്റ് ആണ് കണക്കാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണ് സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും അറിയാം, തീർന്നു പോകുന്ന അവസ്ഥയാണ്, അല്ലെ? സ്റ്റോക്ക് തീർന്നു പോകുന്ന അവസ്ഥയാണ് ഈ പറഞ്ഞത്. അപ്പൊ ഈ സ്റ്റോക്ക് ഔട്ട് ഈസ് എൻ ഇവന്റ് which happens when an item listed as an emergency medication by the organization is not available upon the requested requirement date in the organization. Okay, എന്താണ് സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ, അതായത് ഒരു ഹോസ്പിറ്റലില് എമർജൻസി മെഡിസിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ലിസ്റ്റ് ചെയ്തിട്ടുള്ള മരുന്നുകള് നമ്മളുടെ ആവശ്യത്തിന് ലഭ്യമല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റോക്ക് ഔട്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. സ്റ്റോക്ക് ഔട്ട് ഈസ് എൻ ഇവന്റ് which happens when an item listed as an emergency medication by the organization is not available upon the requested requirement date in the organization. So formula എന്താണ് വരിക? എന്താണ് ഫോർമുല വരിക നോക്കിയേ, നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഓഫ് എമർജൻസി ഡ്രഗ്സ്. സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള എമർജൻസി മരുന്നുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ number of drugs listed as emergency drugs in the hospital formulary. ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ, അവിടെ
ഫോർമുലറിയുടെ എമർജൻസി ഡ്രഗ്സുകളായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ആകെ മരുന്നുകളുടെ എണ്ണം ഇൻറ്റു 100. അങ്ങനെയല്ലേ നമ്മൾ എടുക്കാം. ഹോസ്പിറ്റൽ ഫോർമുലറി എന്താണെന്നുള്ളത് ഫാർമസി പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിലെ ലഭ്യമായിട്ടുള്ള മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ആണ് ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഹോസ്പിറ്റൽ ഫോർമുലറിയില് എമർജൻസി മരുന്നുകളിലായിട്ട് എമർജൻസി ഡ്രഗ്സ് ആയിട്ട് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ആകെ മരുന്നുകൾ എത്ര ഉണ്ട്, അതിനകത്ത് എത്ര എണ്ണം സ്റ്റോക്ക് ഔട്ട് ആയിട്ട് പോയിട്ടുണ്ട്, തീർന്നു പോയിട്ടുണ്ട്, ഇൻറ്റു 100 കേട്ടോ. ഇൻറ്റു 100 അങ്ങനെയാണ് നമ്മൾ ക്ലിയർ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മൾക്ക് ഇനി അധികം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. കാരണം കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഞാനിങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാല് നിങ്ങൾക്കും അത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഇനി കുറച്ച് ഭാഗങ്ങൾ കൂടെ നമുക്ക് എടുക്കാനായിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇനി ഒരു ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ട് 26 വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. നമുക്കൊരു കുറച്ചും കൂടെ ഫോർമുലാസ് നമുക്ക് നോക്കാനുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ അഥവാ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അത് ഏത് തന്നെയാണ് നമ്മൾ ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് LABH പഠിച്ചില്ലേ, അതിൽ സെയിം അതേ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. സെയിം റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിയും. അപ്പോ ഒരു കാര്യം നിങ്ങളൊന്ന് ഒരു പേന എടുത്തോളൂ കേട്ടോ. ഒരു പേന എടുക്കുക. ഞാൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസ് പറയാം. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. നമ്മളിപ്പോ 27 വരെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. 27ാമത്തെ വരെയാണ്, സോറി 27 പറഞ്ഞിട്ടില്ല, 26 വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ പറയാനുള്ളൂ. ഒരു പേന എടുത്തോളൂ. നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസ് ഞാൻ പറയാം, അതൊന്ന് ടിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മുടെ ഈ ഫോർമുലാസിലെ ഫസ്റ്റ് ഫോർമുലയിലെ ഒന്നാമത്തെ ഫോർമുല ടൈം ടേക്കൺ, അതൊന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ്, അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ 32 എണ്ണം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ടിക്ക് ചെയ്തതെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, അതുപോലെ അടുത്തത് ഫോർത്ത് വൺ, നാലാമത്തത് മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ് കേട്ടോ. മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ്. അടുത്തത് സെവൻത്ത് വൺ, ഏഴാമത്തത് പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT, അതൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT, ഓപ്പറേഷൻ തിയേറ്റർ. അടുത്തത് ഒൻപതാമത്തെ പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്. പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്. ടെൻത്ത് വൺ മാർക്ക് ചെയ്തോളൂ. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU, ആ ഒരു ഫോർമുല മാർക്ക് ചെയ്യാം. 10ാമത്തെ കേട്ടോ. അടുത്തത് 14th, 14ാമത്തെ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് മാർക്ക് ചെയ്ത് വെക്കും. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. Then 16th, 16ാമത്തെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. അടുത്തത് 17th വൺ ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് 17th ഫോർമുല കേട്ടോ. Then 19th, 19ാമത്തെ പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് മാർക്ക് ചെയ്തത്. അടുത്തത് 21, 21ാമത്തെ nurse to patient ratio for ICU and wards കേട്ടോ. nurse to patient ratio for ICU and wards. Then 23rd, 23ാമത്തെ waiting time for diagnostics. Waiting time for diagnostics. Then 24th, 24ാമത്തെ time taken for the discharge. Time taken for the discharge. Okay.
ഇപ്പൊ നമ്മള് 26 പഠിച്ചത്. അതിനകത്ത് ഇത്രയും വരെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ കൂടുതൽ വായിച്ച് നിങ്ങൾ ബോറെടുത്തിട്ടില്ല. ഇപ്പൊ തന്നെ വായിച്ച് ഏകദേശം മതിയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലുള്ളൂ. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ തീർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഒരു 3-4 കൂടെ ഉള്ളൂ. പിന്നെ നമുക്ക് ആ ക്വാളിറ്റി മാനേജർ റെസ്പോൺസിബിലിറ്റി, അത് ഇത് തന്നെയാണ് നമ്മൾ ക്വാളിറ്റി അഷ്വറൻസിൽ പഠിച്ചില്ലേ, ക്വാളിറ്റി മാനേജർ റെസ്പോൺസ്. ആ സെയിം പോയിന്റ് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ചാപ്റ്റർ കഴിയും കേട്ടോ. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. മ്യൂട്ട് ചെയ്യാണ്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Okay, ma'am. അപ്പൊ ശരി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.